വിഷയമായിരിക്കുകയാണല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും? എവിടെ ഞങ്ങളുടെ ഈ ബസ് ഉണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസുകാരാണ്. കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനെന്ന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. എന്തിന്? ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർട്ടിയോ ഉണ്ട്. പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ, പെരുങ്കള്ളൻ. എന്റെ കൈ കിട്ടില്ല. സോറി. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകിതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. വീരപ്പൻ കുറുപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവൂ. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെയൊക്കെ ഒരു ധാരണ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി, ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ദി ടൈം ഈസ് ഓവർ. ഐ ആം സോറി. കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അയ്യോ, ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. അല്ല, എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം ടിവിയിൽ വരുമോ? ടിവിയിൽ വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്? കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ശരിയാ. അയ്യോ കാലൻ. 100 ആയുസ. സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാകത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്കിടാനാണ് ഞാൻ വന്നത്. മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. മണ്ണെണ്ണ കൊടുക്ക. വെള്ളം തൊട്ട് തുടച്ചാലും പോകും. തീപ്പെട്ടി കൊടുക്ക്. കൂമ്പിനിട്ടിടിക്ക്. എന്തിടിയാണ് നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞു. നീ എന്താടാ പറഞ്ഞത്?